അറബി അക്ഷരങ്ങളിൽ വളരെ ശ്രദ്ധിച്ച് പറയുന്ന ഒരുപാട് അക്ഷരങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മൾ പഠിച്ചത്. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ പഠിക്കുന്നത് ഇങ്ങനെയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലിഫ് ബാ താ സാ ജീം ഹാ ഹാ ദാൽ ദാൽ റാ റാ സാ സീന് ഷീന്. ഇത്രയും അക്ഷരങ്ങളാണ് നമ്മൾ യഥാർത്ഥത്തിൽ പഠിച്ചത്. പക്ഷേ പഠിച്ചെങ്കിൽ തന്നെ നമ്മൾ എളുപ്പമുള്ള അക്ഷരങ്ങളാണ് നമ്മൾ ഇതിനകത്തുനിന്ന് എഴുതിയത്. ഏതൊക്കെയാ? ആ ആ ബാ താ പിന്നെ ജ. ഈ അക്ഷരമാണ് നമ്മൾ ഒഴിവാക്കിയതല്ല, നമ്മൾ അല്പം ഒന്ന് മാറ്റി വെച്ചേക്കുന്നത്. എന്തുകൊണ്ട്? ഈ അക്ഷരം പറയുമ്പോൾ നാവിന്റെ തല വന്നിട്ട് മുമ്പല്ലേ തട്ടുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുന്ന അക്ഷരം മറ്റേത് കുറച്ച് എളുപ്പത്തിൽ പറയാം. ആ ആ ബ ത. അടുത്തത് ജ ജീമാണ്. ഇത് പറയേണ്ട എങ്ങനെ? ജീം. ഇത് അലിഫ് ബ ത സ ജീം. അപ്പൊ നമുക്ക് അക്ഷരങ്ങളെ തിരിച്ചറിയാം. മെയിനായിട്ടുള്ള ലക്ഷ്യം എന്താ? അക്ഷരങ്ങളെ തിരിച്ചറിയാം. അറബി അക്ഷരങ്ങളെ തിരിച്ചറിയാം പെട്ടെന്ന്. അപ്പൊ അതിനുള്ള മാർഗമാണ് ആ ബ ത ജ. എന്നിട്ട് ഈ അക്ഷരം ഹ. ഈ ഹ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എളുപ്പം പഠിക്കാവുന്ന മാർഗമുണ്ട്. എന്താണെന്നറിയാം? നമ്മൾ ബാങ്ക് വിളിച്ചെന്ന് ശീലിച്ചാൽ മതി. എന്ത് ശീലിച്ചാൽ മതി? ബാങ്കിനെ ശ്രദ്ധിക്കാം. അതിനകത്ത് ഈ അക്ഷരം കൊണ്ട് തുടങ്ങുന്നൊരു 2 കലിമത്തുണ്ട്. ഏതാണ്? അതങ്ങനെ ശീലിക്കണം. കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഫാത്തിഹമായി തുടങ്ങുന്നത് അൽഹംദു ആണ് അല്ലേ? അതേപോലെ മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലേ? കലിമത്ത് ഷഹാദ ശരിയാവണമെങ്കിലും ഈ അക്ഷരം വേണം. വേണ്ടേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ്. ഈ തൊണ്ടയിൽ നിന്ന്, ഇത് തൊണ്ടയാണ്, ഈ തൊണ്ടയിൽ നിന്ന് 2 അക്ഷരങ്ങൾ വരും. ഏതൊക്കെയാ? ഹംസും ഹാഉം. ഇവിടെ നടുക്കുന്ന് വരുന്നതാണ് ഐനും ഹാഉം. ഇത് ഏറ്റവും മുകളിൽ നിന്ന് വരുന്നതാണ് ഒയിനും. ഒയിൻ എന്തുണ്ട്? പുള്ളിയുണ്ട്. ഒയിനും ഹാഉം. ഈ പുള്ളി 2 അക്ഷരം. ഇത് ഹാ. ഈ 2 അക്ഷരങ്ങളും വാ നിറച്ച് പറയണം. ഇത് 2 എവിടെ നിന്ന് വരുന്നയാ? നടുക്കുന്ന ഐനും ഹാഉം അല്ലേ? ഫാത്തിഹയിലെ ആദ്യത്തെ ആയത്ത് ഏതാ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആലമീൻ. അവിടെ ഐൻ വന്നു. വ്യത്യാസം എന്താണ്? ഇതിന്റെ 2 ഒരു സ്ഥലത്ത് നിന്നാണ് വരുന്നത്. പക്ഷെ വ്യത്യാസമുണ്ട്. എന്താണ്? നമുക്ക് സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം മനസ്സിലാവും. എന്താണ്? ഹാ വരുമ്പോ കാറ്റ് വരും, ഐന് വരുമ്പോ എന്ത് വരത്തില്ല? കാറ്റ് വരത്തില്ല, പതുങ്ങി വരും. അതുപോലെ ഹംസ് അ. ഇതോ ഹ അല്ലേ? അതേപോലെ ഈ ഹ വേറെ കോലത്തിലും വരും. എന്താണ്? ഹ. ഇതെന്താണ്? ഹ. ഇത് 2 പോലെ അക്ഷരമാണ്. ഹ തൊണ്ടയുടെ താഴെ. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പം ഈ ഹ ശരിയാക്കാൻ വേണ്ടി കുറെ പദങ്ങൾ പറയും. ഉദാഹരണം പറഞ്ഞാൽ ഈ ഹ എവിടുന്ന് വരും? ഡൽഹി, ഹി, ദഹനം, കലഹം, വഹിമ. ഒരു സംശയം, ഈ ആയിക്ക് നീട്ടി വരുമ്പോ ലാ വരുമോ? അതെ അതെ. റഹിമൊക്കെ പണ്ടേ ചോദിക്കുന്ന ഒരു സംശയമാണ്. ഇത് ഹ ആണ്. ഹ ചെറുതായി മനസ്സിലായി. റഹിമൊക്കെ ചോദിച്ച സംശയം എന്ന് പറഞ്ഞാൽ ഇതാണ് ലാമലിഫിന്റെ കാര്യം. എന്താണ്? ലാമലിഫ്. ഈ ലാമലിഫ് ഉണ്ടായ എന്താണ്? ഇത് ലാമാണ്. ഇതെന്താണ്? ലാമാണ്. ഇതിന്റെ കൂടെ ഒരു അലിഫ് എന്തായി? ലാമലിഫായി. അപ്പൊ അതിന്റെ വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പദമല്ലേ ഇത്? ഇതെന്താണ്? എന്താണ്? അല്ലാഹു അല്ലെ? ഇവിടെ ഒരു ഹംസ വരും കേട്ടോ. ഹംസിന്റെ അതിന്റെ തല വരും. അപ്പൊ യഥാർത്ഥ ഹംസ ആവുന്നത് അല്ലാഹു. ഇങ്ങനെ എഴുതിയാലും അല്ലാഹു അലിഫിട്ടാലും മനസ്സിലാക്കാം. പക്ഷെ അത് മലയാളത്തിൽ ആയതിനെ പറയാനൊക്കത്തുള്ളൂ. ഈ അലിഫാണ് വരുന്നത്. ഏത്? ഇതോ? അതിന്റെ പേര് ഫതഹ്, കിസറ്, ലമ്മ്, സുക്കൂന്. ഇത് ഹർക്കത്തുകളാ. നമ്മൾ ഹർക്കത്തുകൾ, ഇതാണ് ഹർക്കത്തുകൾ. അതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ഇതെന്താണ്? ഇങ്ങനെ ഇട്ടാന്ന് വെച്ചു
ഇതിന്റെ മേലിൽ കിടക്കുന്ന ഫത്തഹ്. ഇത് കെസർ, ഇത് ആയി, ഇതൊന്ന് വളച്ചിട്ടാണ് ലമ്മ്, ഇത് സുക്കൂന്. ഇതിന്റെ പേരെന്താ മൊത്തത്തിൽ പറയുന്നത്? ഹർക്കത്ത് എന്ന് പറയും. ഹർക്കത്ത് എന്ന് പറയും ചലിപ്പിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞു ഇങ്ങനെ അക്ഷരമുണ്ട് ബാ. ഇതിനെ എന്താക്കാം? നമുക്ക് എല്ലാ രീതിയിലും ചലിപ്പിക്കാം. എങ്ങനെ? ബാ, ബി, ബു, ബ്. അല്ല, ബാ, ബി, ബു, ബ്. ബാ എന്ന് മാത്രം പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇല്ല. അപ്പൊ അതിനെന്ത് ചെയ്യണം? ബാ എന്ന് പറയുന്ന ഒരു അക്ഷരം മാത്രം, പക്ഷെ അതിനെ ഹർക്കത്തിട്ടെങ്കിൽ അതിന് ശബ്ദമായി വരുത്തുള്ളൂ. അങ്ങനെ ബാ, ബി, ബു, ബ്. അതെപ്പോഴും ഓർമ്മ വേണം. ബാ 4 ശബ്ദമാണ് അറബി വരുന്നത്. ഏതൊക്കെയാ? ബാ, ബി, ബു, ബ്. മലയാളത്തിൽ 3 എണ്ണം. ഏതൊക്കെയാ? അകാരം, ഇകാരം, ഉകാരം. ഫതഹ്, കെസർ, ലമ്മ്. അകാരം, ഇകാരം, ഉകാരം. ഈ 3 രീതിയാണ് മലയാളത്തിൽ വരുന്നത്. പക്ഷെ അറബിയിൽ ഒരു സുക്കൂന് കൂടെ വരും. മനസ്സിലായി? അപ്പൊ അതിന് മലയാളത്തിലും ഉണ്ട്. ഇതെന്താ പറയും? അകാരം, ഇകാരം, ഉകാരം, വിരാമം. എന്തൊക്കെ വരും? അകാരം, ഇകാരം, ഉകാരം, വിരാമം. സ്റ്റോപ്പ് അല്ലേ? നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മൾ വഖഫ് എന്നൊക്കെ പറയും. നിർത്തി, അതിനപ്പുറത്തോട്ടൊന്നും ഇല്ല അല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ ഈ അള്ളാഹുവിനകത്ത് നമ്മൾക്കൊരു കാര്യം പഠിക്കാണ്ട്. എന്താ പഠിക്കേണ്ടത്? ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട് നമുക്ക്. ഇപ്പൊ അള്ളാഹുന്ന് എഴുതില്ല. ഈ അള്ളാഹുന്ന് എഴുതുമ്പോ ഈ ഏത് ഹ വന്നത്? ഇങ്ങനെയുള്ള ഹ ആണോ വന്നത്? ഈ ഹ ആണോ? ഏത് ഹ വന്നത്? ആദ്യത്തെ ആണോ രണ്ടാമത്തെ ആണോ? രണ്ടാമത്തെ. ആദ്യത്തേത് വരും. എവിടെയാന്ന്? ആദ്യത്തെ വരുമ്പോൾ എവിടെയാണെന്നറിയോ? ഈ ഹ വരുന്നത് തുടക്കത്തിലും വരും, നടുക്കും വരും. ഉദാഹരണം പറഞ്ഞാൽ, പിന്നെ നമ്മളിപ്പോ ഇന്ന് പഠിക്കാനുള്ള ഒരു വാക്കാണ്. എന്താണ് ഈ അക്ഷരങ്ങൾ? ഏതൊക്കെയാ? ഉണ്ട്, ദാലും ഉണ്ട്. കണ്ട, ദാല് ഇങ്ങനെ ഉണ്ട്, മേലോട്ടുണ്ട്. കണ്ട, അപ്പൊ ഹിദായത്തിൽ എഴുതുമ്പോ എന്തായി? ഹിദായത്തിൽ. ഹിദായത്തിൽ ഈ ഹാ എന്താണ്? ഇത് പുള്ളി ഉണ്ടെങ്കിൽ, പുള്ളി ഇല്ലെങ്കിൽ ഹാ, പുള്ളി ഉണ്ടെങ്കിൽ എന്താ? ഏത് താ? ഈ താ തന്നെയാണ്. ഏത്? ഇത് എഴുതുമ്പോ വ്യത്യാസം വരും, എഴുത്തിൽ വ്യത്യാസം വരും. ഏത് പേര്? ഈ താ ചില പദങ്ങളുടെ അവസാനങ്ങളെ വരുന്നത്. ഇപ്പൊ മദീനത്തുൻ ഈ താ വരും, ഫാത്തിമത്തുൻ ഈ താ വരും. ഈ താ എഴുതത്തില്ല. മനസ്സിലായി? ഷോർട്ട് താഴെയല്ല, ഈ ചില പദങ്ങളിൽ അങ്ങനെ എഴുതാനൊക്കെ തോന്നും. മനസ്സിലായി? അപ്പൊ അള്ളാഹു എന്ന് എഴുതുമ്പോ നമുക്ക് ഏത് ഹാ ഉപയോഗിക്കും? ഈ ഹാ ഉപയോഗിക്കത്തില്ല. മനസ്സിലായോ? അതിന് അള്ളാഹുമ്മ എന്ന് എഴുതാൻ പോവാം. നമ്മൾ എന്താ എഴുതാൻ പോലെ? അള്ളാഹു. അതൊക്കെ അള്ളാഹു. അതാണ് അള്ളാഹുമ്മ. കണ്ടോ? ഹാ ഒന്നുണ്ടോ? എന്തൊക്കെയുണ്ട്? അള്ളാഹുമ്മ. അള്ളാഹുവിനകത്തുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാ? അല്ല, ഹംസ് പറയണം. ഹംസും ലാമും ഹാഉം. അള്ളാഹുവിനുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാ? ഹംസും ലാമും ഹാഉം. എത്ര അക്ഷരമുണ്ട്? 4 അക്ഷരം. ഈ അള്ളാഹ് എന്ന് പറയുമ്പോ എന്താണ് നമ്മൾ പഠിക്കാറുണ്ട്? നാവിൻ തലമും പല്ലിൽ തട്ടിപ്പറയല്ലേ അല്ലാ അല്ലാ. എന്താ പറഞ്ഞത്? നാവിൻ തല പല്ലിൽ തട്ടിക്കൊണ്ട് അള്ളാഹു എന്ന് പറയുന്നു. അള്ളാഹു എന്ന് പറയുമ്പോ എന്തോ ലാമിന്റെ മക്കളല്ല. എന്തിന്റെ? അത് കനപ്പിച്ച് പറയണ, കനപ്പിക്കാതെയും പറയണം. 2 രീതിയിൽ പറയാം. അള്ളാഹുവിനെ പറയുമ്പോ എന്ത് ചെയ്യും? 2 രീതിയിൽ പറയാം. അല്ലാന്നും പറയാം, അള്ളാന്നും പറയാം. ഈ അള്ളാഹു എന്ന് എഴുതുന്നതിന് മുമ്പ് ഫതഹോ ലമ്മോ ആണെങ്കിൽ എന്ത് വരും? അള്ളാന്ന് പറയും. എങ്ങനെ? ഞാൻ എഴുതിയേക്കുന്നത് ഏതൊക്കെയാ? ഏതൊക്കെ അക്ഷരങ്ങളാ? ഏതൊക്കെ? ഐന്, ബാ, ദാൽ. അബ്ദുല്ലാ എന്ന് പറയും. എന്ത് പറയും? അബ്ദുല്ലാ. നമ്മളെന്താ എഴുതിയത്? അള്ളാഹു. ആദ്യം എഴുതിയെന്താ? അള്ളാഹു. ഇന്നത്തെ ഒരു രഹസ്യം പഠിക്കാനുണ്ട്. എന്താണ്? ഇവിടെ ആദ്യം ഇവിടെ എന്തുവാ? അള്ളാഹു. പക്ഷെ ചേർത്ത് ഉച്ചരിച്ചപ്പം അബ്ദു അല്ലാന്ന് വിളിച്ചോ അബ്ദുല്ലാന്ന് വിളിച്ചോ? ഈ അലിഫ് എന്തായി മാറി? ഈ ഹംസ് സൈലന്റ് ആയി. എഴുത്തിലുണ്ട്, ഉച്ചാരണത്തിൽ ഇല്ല. അതങ്ങനെ ചിലപ്പോ എഴുതാനോ.
അപ്പൊ എന്തായി അബ്ദുല്ലാ. മനസ്സിലായോ? അബ്ദുല്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ചില അക്ഷരങ്ങൾ അത് ശ്രദ്ധിച്ചിരിക്കണം. ചില അലിഫുകൾ പോകത്തില്ല. ഇതിന്റെ പേരാണ് വസിലിന്റെ അലിഫ് എന്ന് പറയുന്നത്. ചിലതെന്ത് ചെയ്യാൻ നമുക്ക് എങ്ങനെയൊക്കെ എഴുതിയാലും നഷ്ടപ്പെടത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ ഏതുപോലെ എഴുതി നമ്മൾ പഠിച്ചതാ. ഇതെന്താണ്? ഹംസല്ലേ? ആ ഇപ്പൊ ഇതോ ഈ ഇതെന്താണ്? ഇബ്രാഹിം. അല്ല ഇബ്രാഹിം. ഇബ്രാഹിം എന്ന് എഴുതുമ്പോൾ എന്തെടുക്കില്ല? ഈ ഹംസിനെ നഷ്ടപ്പെടുത്തുമോ? അപ്പൊ അള്ളാഹുവിനുള്ള ഹംസ എന്താവും? മുടി വഴിയുമ്പോൾ നഷ്ടപ്പെടും. അത് വസീലിന്റെ അരിഫാണ്. ഇത് ഖത്ഈന്റെ അരിഫാണ്.